കോൺഗ്രസ് ആദ്യം ഇതിൻ്റെ കണക്ക് പറയാൻ മടിച്ചു. പിന്നീട് ആ കണക്ക് ഞങ്ങൾ വീട് കെട്ടിയതിന് ശേഷമേ പറയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീട് ഈ കണക്ക് ചോദിക്കാൻ CPM ആരാ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ കണക്ക് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോടൊക്കെ VD സതീശൻ അവരോട് പോയി ചോദിക്കും CPM-ന്റെ തട്ടിപ്പിനെ കുറിച്ച് ഞങ്ങളെ വെച്ച് അതിനെ മറക്കണ്ട എന്ന് പറഞ്ഞു. കൊടുക്കാം ആ പൈസ മുഴുവൻ ചെലവായി പോയി എന്നാണ്, ചില വായിൽ പോയി എന്നാണ് ശരിക്കും പറയേണ്ടത്. അത് ഏത് വായിലാണെന്നാണ് അറിയാത്തത്. 10 വർഷത്തെ സർക്കാരിനെ വിലയിരുത്തുന്നതിന് പകരം പ്രതിപക്ഷത്തെ അഴിമതി ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. എന്തേ ആപ്പ് മുക്കിയത് എന്ന ചോദ്യത്തിന് ഞങ്ങൾ ആവശ്യത്തിന് പണം പിരിച്ചു, പിന്നെന്തിനാണ് ആപ്പ് നിലനിർത്തുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഒന്നുകൂടി ചോദിക്കാം, 100 വീട് രക്ഷി രാജു പിന്നാർ കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? നമസ്കാരം. ഇന്നത്തെ മനോരമയുടെ 1-ാം പേജാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതിൻ്റെ ഭൂരിഭാഗം ദിവസങ്ങളിലും മലയാളത്തിലെ ന്യൂസ് ചാനലുകൾ, ഏഷ്യാനെറ്റ് മുതൽ മീഡിയ വൺ വരെ പത്രങ്ങൾ, മനോരമ മുതൽ ഇങ്ങോട്ട് സകല പത്രങ്ങളും നമ്മൾ 1-ാം പേജൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു മൂഡ് നമുക്ക് ലഭിക്കുക കേരളത്തിലെ BJP-യും കോൺഗ്രസും മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. കാരണം രാഹുൽ ഗാന്ധി, നരേന്ദ്രമോദി, അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. എവിടെയെങ്കിലും ഒരു അകത്ത പേജിലൊക്കെ എവിടെയെങ്കിലും പിണറായി വിജയൻ്റെ ഫോട്ടോയും പിണറായി വിജയൻ്റെ പ്രചരണങ്ങളും എന്ന മൂന്നാമത്തെ കക്ഷിയുടെ ഒരു അപ്രസക്തി എന്ന മട്ടിലേക്കാണ് നാരേറ്റീവ് മാധ്യമങ്ങൾ കൊണ്ടുപോയിരുന്നത്. ഏറ്റവും രസകരമായ കാര്യം, ഈ മുഖ്യധാര ചർച്ചകൾക്ക് അപ്പുറത്ത് ജനങ്ങളുടെ സജീവ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന തരത്തിൽ ഒരു അവതാരപ്പിറവി എന്ന് തമാശക്ക് നമ്മൾ പറയുന്നത് പോലെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ്. M സ്വരാജ് എന്ന് പറയുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മാത്രമായ ഒരു നേതാവ്, താരതമ്യേന അതിനനുസരിച്ചിട്ടുള്ള സെക്രട്ടേറിയറ്റ് അംഗം മാത്രമായ ഒരു നേതാവ് വന്ന് ഒരു പ്രയോഗം അങ്ങ് നടത്തുന്നത്, ശവം തൂക്കികൾ എന്നൊരു പ്രയോഗം നടത്തുന്നത്, നിരന്തരമായി വാർത്താ സമ്മേളനം നടത്തുന്നത്, ആ ഘട്ടത്തിലാണ് കേരളത്തിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 10 വർഷത്തെ സർക്കാരിനെ വിലയിരുത്തുന്നതിന് പകരം പ്രതിപക്ഷത്തെ അഴിമതി ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. സാധാരണ സർക്കാരിൻ്റെ അഴിമതിയാണല്ലോ, 5 വർഷമായാൽ തന്നെ ഇവിടെ അങ്ങനത്തെ പരിപാടിയാണ്. എന്നാൽ 10 വർഷം കഴിഞ്ഞിറങ്ങുമ്പം പ്രതിപക്ഷത്തിൻ്റെ അഴിമതി ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണമാക്കി ഇതിനെ മാറ്റിയ ഗതിനിർണായകമായ ഒരു പോയിന്റാണ് സ്വരാജ് നടത്തിയ ഇടപെടൽ എന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവിൽ കേന്ദ്രീകരിച്ചാണ് ലെഫ്റ്റ് ഇടതുപക്ഷം പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ BJP-ക്കും കോൺഗ്രസിനും CPM-ന് എതിരായ പ്രചരണം ഒരൊറ്റ പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചാൽ മതി. അത് പിണറായി വിജയൻ്റെ ധാർഷ്ട്യം, പിണറായി വിജയൻ്റെ ഇടപെടൽ, പിണറായി വിജയനെ സഹിക്കാൻ പറ്റില്ല എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നു. മാധ്യമങ്ങളിലും ഒരേ ഒരു മുഖം എന്ന മട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. പക്ഷേ 5.3.8 കോടി റുപ്യയെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ എന്നും സംശയകരമായ ഒരു കണക്ക് അവതരിപ്പിക്കുന്നിടത്തേക്ക് കോൺഗ്രസിനെ എത്തിച്ചു. മൈൻഡ് ചെയ്യാതെ വിടാം എന്ന് വിചാരിച്ചാണ് ഓരോ ദിവസവും ചാനലുകളായിട്ട് ചീത്ത പറഞ്ഞും പ്രതികരിക്കണം എന്നാവശ്യപ്പെടുന്ന ആളുകളെ അവഗണിച്ചും VD സതീശനടക്കം മുന്നോട്ട് പോയിരുന്നു. ഒടുക്കം സ്വരാജിൻ്റെ ശവം തൂക്കികൾ എന്നൊരു വിളിയിൽ കുടുങ്ങി കോൺഗ്രസിന് വിശദീകരിക്കേണ്ടി വന്നു. മാധ്യമങ്ങൾ സമ്പൂർണ്ണമായി അവഗണിച്ച് മുന്നോട്ട് പോയ ഒരു വലിയ തിരിമറിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന രീതിയിൽ 5.38 കോടി രൂപയെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കൂടുതൽ പൈസ ചെലവായി, ഇനിയും വീട് വെക്കണമെങ്കിൽ ഇനിയും പിരിക്കണം, ഞങ്ങൾ പിരിക്കാൻ പോവാണ് എന്ന് സണ്ണി ജോസഫ് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചത് M സ്വരാജിന്റെ ഈ ഇടപെടലാണ്. നമ്മൾ കോൺഗ്രസിനെ സംബന്ധിച്ചെല്ലാം അറിയുന്നവരാണെങ്കിലും ഇങ്ങനെ ഒരു കടും കൈ ചെയ്യുമെന്ന് കരുതിയില്ല. വയനാട്ടിലെ ദുരന്ത ബാധിതരായി അവശേഷിക്കുന്ന മനുഷ്യർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. 230 വീട് മൊത്തം നിർമ്മിച്ചു കൊടുക്കും. തകൃതിയായ പിരിവ് നടത്തി കോടാനുകോടി പിരിച്ചു. കോടാനുകോടി. മനുഷ്യനായി പിറന്ന ഒരാൾ ചിന്തിക്കാൻ പോലും അറയ്ക്കുന്ന പോലെ ആ പണം അത്രയും മോഷ്ടിച്ചു. ഒരു വീടിന്റെ തറ പോലും കിട്ടിയില്ല. അവസാനം വലിയ വിമർശനം ഉയർന്നു വന്നപ്പോ ഒരു 3 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടു. അതും ഇടതടവില്ലാതെ ആന പോകുന്ന ആനത്താര എന്നാണ് പറയുക, അതാണ് വാങ്ങിയിട്ടത്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് വീട് വെക്കാൻ പോകുന്നു എന്ന് തോന്നിപ്പിക്കാൻ സ്ഥലം വാങ്ങി. അവിടെ ഒരു തറക്കല്ല് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൊണ്ടുവന്നിട്ടു. അത്രമാത്രം. 10 ദിവസം കൊണ്ട് പണി തുടങ്ങുമെന്ന് പറഞ്ഞവർ, കെട്ടിടം പണി തുടങ്ങണമെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയാം, പഞ്ചായത്തിൽ നിന്ന് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം, അതിന് പ്ലാൻ കൊടുക്കണം. ഒന്നും ചെയ്തിട്ടില്ല. അപേക്ഷ പോലും കൊടുത്തിട്ടില്ല. പ്ലാൻ വരച്ചിട്ടില്ല, അപേക്ഷ കൊടുത്തിട്ടില്ല, പണിയിലേക്ക് കടന്നിട്ടില്ല. നമ്മൾ ചോദിച്ചു, എത്ര തുക നിങ്ങൾ പിരിച്ചു? നമുക്ക് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ജനങ്ങളെ പറ്റിക്കുകയാണ് എന്ന് ബോധ്യമായപ്പോഴാണ് നമ്മൾ ചോദിച്ചത്. നാടാകെ നമ്മുടെ ചോദ്യം ഏറ്റെടുത്തു. അപ്പൊ VD സതീശൻ പറഞ്ഞു, എന്റെയും KPCC പ്രസിഡന്റിന്റെയും പേരിൽ ജോയിന്റ് അക്കൗണ്ടിൽ ബാങ്കിൽ പണമുണ്ട്, സുരക്ഷിതമായി ഉണ്ട്. ശരി, എത്ര പിരിച്ചു? വീണ്ടും ചോദിച്ചു. ആളുകൾ ചോദിച്ചുകൊണ്ടേയിരുന്നു.
അപ്പോ ഇന്നലെ പറഞ്ഞു വീടിന്റെ പണി കഴിഞ്ഞിട്ട് കണക്ക് പറയാം. അത് നല്ലൊരു മറുപടിയാണ്. കാരണം വീട് വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ വീട് വെച്ചാലല്ലേ കണക്ക് പറയേണ്ടതുള്ളൂ. അതാണ് കരുതിയത്. എന്നാൽ രാഷ്ട്രീയത്തിന് അതീതമായി നാടാകെ നിങ്ങൾ എത്ര പണം പിരിച്ചു എന്ന ചോദ്യം ഉയർത്തിയപ്പോ പിടിച്ചു നിൽക്കാനാവാതെ ഇന്ന് തട്ടിക്കൂട്ടി ഒരു കണക്ക് പുറത്തു വിട്ടിരിക്കുകയാണ്. എന്താ കണക്ക്? ഇപ്പൊ പറയുകയാണ് ആകെ 5 കോടി ഉറുപ്പിയാണ് കിട്ടിയത്. ആ പൈസ മുഴുവൻ ചെലവായി പോയി എന്നാണ്. ചില വായിൽ പോയി എന്നാണ് ശരിക്കും പറയേണ്ടത്. അത് ഏത് വായിലാണെന്നാണ് അറിയാത്തത്. ചെലവായി പോയി. ഇനി കയ്യിൽ പൈസ ഇല്ല. പിന്നെ 10 ദിവസം കൊണ്ട് കെട്ടിടം പണിയെന്ന് പറഞ്ഞത് ഏത് പൈസ എടുത്താണ്? എന്റെയും KPCC പ്രസിഡന്റിന്റെയും പേരിൽ ജോയിന്റ് അക്കൗണ്ടിൽ പണമുണ്ട് എന്ന് പറഞ്ഞത് ഏത് പണമാണ്? ഇപ്പൊ പറയുന്നു പൈസ ഇല്ല. കൂടെ ഒരു ഭീഷണി, എന്ത്? കെട്ടിടം പണിയാൻ ഇനിയും പിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ കണക്കിനെ ചൊല്ലി കണക്കിൽ കുടുങ്ങി പെട്ടിരിക്കുകയാണ്. കാരണം ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് മാത്രം 3.5 കോടി വിദേശത്ത് നിന്ന് വന്ന കണക്ക് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ പ്രധാനപ്പെട്ട നേതാക്കളിട്ട പോസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഇന്നലെ തന്നെ 2 കോടിയോളം 1.5 കോടിക്ക് മേലെ നമ്മൾ തന്നെ കണക്കാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പൈസയൊക്കെ എവിടെ മാറ്റി എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. വാഗ്ദാനം ചെയ്യപ്പെട്ടവർക്ക് കൊടുത്തില്ല, പകരം ഒരു 5.38 കോടിയുടെ വെറും കണക്ക് അവതരിപ്പിക്കുകയാണ്. ഏതെങ്കിലും 10 പേരുള്ള പാർട്ടിക്കാർ പിരിവിനിറങ്ങിയാൽ പോലും കിട്ടുന്ന തുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകം കിട്ടി എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് സംശയം ബാക്കി നിൽക്കുകയാണ്. ദുരന്തങ്ങളെ പണമുണ്ടാക്കാനുള്ള അവസരമായി കണക്കാക്കി. കൂടപ്പിറപ്പുകൾ പിടഞ്ഞു മരിച്ചപ്പോ ആ മൃതശരീരങ്ങൾ വെച്ച് ഹൃദയാലുക്കളായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ശേഖരിച്ച പണം അത്രയും മോഷ്ടിച്ചു. കോടാനുകോടി. ഇപ്പൊ ഇതിന്റെ പുറകിൽ UDF സ്ഥാനാർത്ഥിയുടെ ചിരിച്ച ഒരു ലൈറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ചിരിയുടെ പിന്നിൽ വയനാട്ടിലെ അമ്മമാരുടെ കണ്ണുനീരുണ്ട്. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ കണ്ണുനീര്, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ കരയുന്ന മുഖം ഈ ചിരിക്കു പിന്നിലുണ്ട്. പ്രകൃതി ദുരന്തത്തിൽ ഒരു നിമിഷാർത്ഥത്തിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന നിസ്സഹായരായ മനുഷ്യരുടെ വിലാപങ്ങൾ ഈ പോസ്റ്ററിൽ, ഈ ബോർഡിൽ ഒക്കെയുണ്ട്. ആ കാശും കൊണ്ടാണ് പ്രചരണം. നാട്ടിൽ മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, ബോർഡ് വെച്ചിട്ടുണ്ട്. വയനാട്ടിലെ കട്ട കാശാണ്. ആ കാശ് കൊണ്ടാണ്. ഇങ്ങനെയുള്ള കള്ളന്മാരുണ്ട്. ലോകൈക കള്ളന്മാരുടെ ഒരു സംഘടനയായി കോൺഗ്രസ് മാറി. ഇവരുടെ കയ്യിലെങ്ങാനും കേരള ഭരണം കിട്ടിയാലുള്ള സ്ഥിതി എന്താ? ഭരണം ഉപയോഗിച്ച് കേരളത്തെ കൊള്ളയടിക്കും. പിന്നെ അതൊരു സർക്കാരായിരിക്കില്ല, അതൊരു കൊള്ള സംഘമായിരിക്കും. ദുരന്തങ്ങളെ വിറ്റു കാശ് വാങ്ങിയവർ. എന്നാൽ പ്രതിപക്ഷത്തിന്റെ അഴിമതി എന്ന ചർച്ചയിലേക്ക് ഈ ഒരു വയനാടിനെ മാത്രം ചുരുക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ കൂടി വിശദീകരിക്കുന്നത്. ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ സീറ്റ് വിതരണത്തിൽ അഴിമതിയുണ്ട് എന്നുള്ള ആരോപണം നേരത്തെ വന്നതാണ്. KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഈ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഹരിയാനയിൽ ഒരു സീറ്റിന് വേണ്ടി മഹിളാ കോൺഗ്രസ് നേതാവിൽ നിന്ന് പണം വാങ്ങി എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. മഹിളാ കോൺഗ്രസ് നേതാവും അവരുടെ ഭർത്താവും ആരോപണവുമായി രംഗത്തെത്തി. അവർ വാട്സപ്പ് ചാറ്റുകൾ പുറത്തുവിട്ടു. അതിനെക്കുറിച്ചും ഇപ്പോൾ പുതിയ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. M സ്വരാജ് അടുത്തതായി അതിൽ കയറി പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയൂ? 10 വർഷമായി ഭരണമില്ല. എവിടെ ഭരണമില്ല? കേരളത്തിലുമില്ല, കേന്ദ്രത്തിലുമില്ല. കോൺഗ്രസ് ഉണ്ടായതിനു ശേഷം ഇങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അധികാരമില്ലാതെ 10 കൊല്ലം ആദ്യമായിട്ടാണ്. അതുകൊണ്ടോ അഴിമതി നടത്താൻ ഭരണമില്ല. ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ സംസ്ഥാനത്തും നിയമസഭാ സീറ്റ് വിൽക്കുകയാണ്. ഇപ്പോൾ അറിയോ കോൺഗ്രസ്? ഹരിയാനയിൽ വിറ്റു 7 കോടി ഉറുപ്പിയാണ് ഒരു സീറ്റിന്റെ വില. കൈപ്പത്തി അടയാളത്തിൽ 7 കോടി ഉറുപ്പ്യ കൊടുത്താൽ മത്സരിക്കാം. എല്ലാവരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങി. നോക്കിയപ്പോൾ സീറ്റിന്റെ എണ്ണത്തെക്കാൾ കൂടുതൽ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി. അപ്പൊ സീറ്റ് കൊടുക്കാൻ പറ്റുമോ? കുറെ പേർക്ക് സീറ്റ് കൊടുത്തില്ല. അവരിപ്പോ പരാതി കൊടുത്തിരിക്കുന്നു. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു സുചിത്ര ദേവിയുടെ ഭർത്താവ് ഗൗരവ് കുമാർ KC വേണുഗോപാൽ എന്ന കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിക്കെതിരെ, കൊടിക്കുന്നിൽ സുരേഷിനെതിരെ, സാക്ഷാൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് ഡൽഹിയിൽ. ഇവരൊക്കെ കൈനീട്ടി കാശ് വാങ്ങിയിരിക്കുകയാണ്. മൊത്തം 7 കോടി ഉറുപ്പിക. ബീഹാറിൽ നിന്ന് വേറെ പരാതി വന്നു. ഇപ്പൊ സീറ്റ് വിൽപ്പനയാണ്. ചുരുക്കത്തിൽ ഭരണപക്ഷത്തിന്റെ അഴിമതിയും അവരുടെ പ്രതിരോധത്തിലാക്കുന്ന പ്രവർത്തനങ്ങളുടെ രീതിയും 10 വർഷത്തെ ഭരണത്തിലെ ക്രമക്കേടുകളും ഒക്കെ ചർച്ച ചെയ്യേണ്ട ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ
പ്രതിപക്ഷത്തിൻ്റെ അഴിമതി ചർച്ച ചെയ്യുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലാണ് അവരുള്ളത്. വയനാട് അങ്ങനെ അങ്ങ് വിട്ടുപോകുന്നില്ല. വയനാടിനെ കുറിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ വലിയ സംശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് CPM-ന്റെ ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട്. MP നികേഷ് കുമാർ അത് സംബന്ധിച്ചൊരു വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലേഔട്ടേ കണ്ടില്ലേ? എന്താ സംഭവം? 120 ദിവസം ദുരിതബാധിതർ ഇത് നേരത്തെ മണത്തിരുന്നു. വീട് വേണ്ടാത്തവർക്ക് സർക്കാർ നൽകിയിരുന്ന 15 ലക്ഷം രൂപ തിരികെ കൊടുത്ത് സർക്കാർ വീട് വീണ്ടും കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്ന് അവർ ജില്ലാ കലക്ടറോട് ചോദിച്ചിരുന്നു. പൈസ മേടിച്ചു പോയി ആരെങ്കിലും തിരികെ വരാൻ താല്പര്യം പ്രകടിപ്പിക്കും? കുറെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. ഇനിയും എന്റെ അടുത്ത അപേക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ട് കരയുന്നുണ്ട്, മാഡം നമ്മൾ ആ സമയത്തിലെ 15 ലക്ഷം എടുത്തുപോയി, മാഡം എങ്ങനെയെങ്കിലും ഒരു വീട് അനുവദിച്ചു കൊടുക്കണം പറഞ്ഞിട്ട്. പറയുന്ന വാക്കിന് ഒരു വിലയുമില്ലാത്ത കൂട്ടരാണിവർ. സ്ഥലം വാങ്ങും, വീട് പണിയും എന്ന് എത്ര തവണ നമ്മളെ പറഞ്ഞു പറ്റിച്ചു. ഇപ്പൊ പറയുന്നു വീട് വെക്കാനുള്ള പണമില്ല എന്ന്. ഒന്നും നടക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദുരിതബാധിതരെ പറ്റിക്കാൻ ഇവർ വെറും വാക്ക് പറഞ്ഞത്. ഈ അവസാന ഘട്ടത്തിൽ മനോരമ പറയുന്നത് പോലെ തന്നെയാണോ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം? കോൺഗ്രസും BJP മാത്രമാണോ കേരളത്തിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ കക്ഷികൾ എന്ന് നമുക്കിനി വിലയിരുത്തി കാര്യങ്ങൾ പറയാവുന്നതാണ്. നമുക്ക് ഇനിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലെ ചർച്ചകൾ എങ്ങനെ ഒക്കെ ആയിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.